ഞാൻ ഇന്ന് പുറത്തു പോകുമ്പോൾ ഒരു ആസാം സ്വദേശിയെ കാണാൻ സാധിച്ചു. അങ്ങനെ പരിചയപ്പെട്ടു. എല്ലാ ദിവസവും മൂപ്പരെ കാണാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറില്ല. ഇന്ന് പരിചയപ്പെട്ടു. എവിടെയാണ് സ്ഥലം എന്നും എന്നോട് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളത്തിലാണെന്ന്. അപ്പോൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അവൻ മലയാളത്തിൽ എന്നോട് ചോദിച്ചു കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ നാട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാനും കേരളത്തിൽ ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്തതാണ്. ഞാൻ ചോദിച്ചു എവിടെയാണെന്ന്. അവനൊരു സ്ഥലം പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അപ്പോൾ അവൻ ആ കേരളത്തിൽ അവനിവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇവിടെ ഗൾഫ് രാജ്യത്തിലേക്ക് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ അവന് ആ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ജോലി ചെയ്തിനെന്ന്. ഞാൻ ചോദിച്ചു എന്ത് ജോലിയാണ് നീ അവിടെ ചെയ്തത്? അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വാർപ്പിൻ്റെ മേസ്തിരിയാണ്. 2,500 രൂപ ഡെയിലി ശമ്പളമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എവിടെ? നാട്ടിൽ. ഞാൻ ഞെട്ടി. അപ്പം നീ ഇവിടെ എന്തായിട്ടാണ് വന്നത്? ഞാനിവിടെ ഹൗസ് ഡ്രൈവറായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ശമ്പളം അത് പറയണ്ടായിക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ശമ്പളം ഇവിടെ 100 ദിനാറേ ഉള്ളൂ എന്ന് പറഞ്ഞു. 100 ദിനാർ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 30ൻ്റെ താഴെയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത്ര നല്ലൊരു ജോലി ഉണ്ടായിട്ട് നാട്ടിലുണ്ടായിട്ട് പിന്നെ എന്തിനാണ് നീ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു കേരളം നമ്മളൊരു കൊച്ചു ദുബായ് ആണെന്ന് അവൻ പറയുന്നത് എന്നോട്. പക്ഷേ ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ജോലി ചെയ്ത് അവർ 1 വർഷം 2 വർഷം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ ആ പെർഫ്യൂമും അവരുടെ വാച്ചും അവരുടെ ഡ്രസ്സുകളും കണ്ടിട്ട് ഞാൻ എന്നെ എന്തോ മാതിരി ആയിപ്പോയി. അപ്പം നിനക്കും ആഗ്രഹം അവിടെ പോയാൽ നല്ല മെച്ചപ്പെടുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇവിടത്തേനങ്ങോട്ടും ശമ്പളം അവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. അവൻ പറയുന്നത് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എൻ്റെ വിസ കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് കേരളത്തിലേക്ക് തന്നെ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ പറ്റിയിട്ട് എന്താണല്ലേ